തിരുവനന്തപുരത്തെ എൻ.ഡി.എ സ്ഥാനാർത്ഥി ശ്രീ രാജീവ് ചന്ദ്രശേഖർ പ്രചരണത്തിന്റെ തുടക്ക നാളുകൾ മുതൽ തന്നെ വ്യത്യസ്തമായ രീതികളും അദ്ദേഹത്തിന്റെ ഇടപെടലും കൊണ്ട് തിരുവനന്തപുരത്തെ ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് അദ്ദേഹം. ഇന്നത്തെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ട്രാക്കിലായിരുന്നു, അതായത് റെയിൽവേ ട്രാക്കിൽ. അതായത് നാഗർകോവിലിൽ നിന്ന് കൊല്ലത്തേക്ക് പോകുന്ന ട്രെയിനിൽ അദ്ദേഹം പാറശാല മുതൽ തിരുവനന്തപുരം സെൻട്രൽ വരെ സഞ്ചരിച്ച് ആ ട്രെയിനിലുണ്ടായിരുന്ന യാത്രക്കാരുടെ ദുരിതങ്ങൾ നേരിട്ട് മനസ്സിലാക്കുകയായിരുന്നു, ട്രെയിനിലെ തിരക്ക് നേരിട്ട് മനസ്സിലാക്കുകയായിരുന്നു. പലരോടും അദ്ദേഹം നേരിട്ട് സംവദിച്ചു. നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു. അദ്ദേഹത്തോട് തന്നെ ഇത് പ്രചരണത്തിന്റെ ഭാഗമാണല്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എൻ്റെ വികസന രേഖ അത് സാധാരണക്കാരിലേക്ക് എത്തിക്കാനുള്ള ഒരു 1.5 മണിക്കൂറുകൾ, അങ്ങനെയാണ് ഞാൻ ഈ യാത്രയെ കാണുന്നത് എന്നാണ് പറഞ്ഞത്. അതിൽ അദ്ദേഹത്തിൻ്റെ ഈ പ്രചരണാർത്ഥമായിട്ടുള്ള ഈ ഒരു വികസന രേഖയിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ടോട്ടൽ അദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റീസിനെ അദ്ദേഹം ഒരു 8 മേഖലകളായി തിരിച്ചിട്ടുണ്ട്. അതിലൊന്ന് തീരദേശ മേഖലയാണ്, രണ്ടാമത്തേത് പാർപ്പിടമാണ്, മൂന്നാമത്തേത് കുടിവെള്ളമാണ്, നാലാമത്തേത് യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും അവസരങ്ങളാണ്, ഒരു പ്ലാനിംഗ്, നഗര ആസൂത്രണമുണ്ട്, കായിക രംഗമുണ്ട്, സ്ത്രീ സൗഹൃദമുണ്ട്, സ്കില്ലിംഗ് ഉണ്ട്. ഇതെല്ലാം വരുമ്പോൾ തന്നെ നമുക്കറിയാം ഓരോന്നും നമ്മുടെ നാടിന് ആവശ്യമുള്ളതാണ്. ഇതെല്ലാം വരുമ്പോൾ ഒരു സംസ്ഥാനം ടോട്ടലി അത് വികസിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തന്നെയല്ല, ജനങ്ങൾക്ക് തങ്ങളുടെ പരാതികൾ ബോധിപ്പിക്കുന്നതിനായി 7 നിയോജക മണ്ഡലങ്ങളിലും പരാതി കേന്ദ്രങ്ങൾ ആരംഭിക്കും എന്ന ഒരു കാര്യം കൂടി അദ്ദേഹം തൻ്റെ വികസന രേഖയിൽ പറയുന്നുണ്ട്. കാലങ്ങളായി തിരുവനന്തപുരത്ത് അവഗണിക്കപ്പെട്ട പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ എന്ന തലക്കെട്ടിൽ തന്നെയാണ് അദ്ദേഹം ഈ വികസന രേഖയെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ജനങ്ങളുടെ ഇടയിൽ, സാധാരണക്കാർക്കിടയിൽ ഇത്തരത്തിലൊരു വികസന രേഖയുടെ ആസൂത്രണം താൻ ചെയ്യുന്നുണ്ട് എന്നുകൂടി അറിയിക്കുക എന്നത് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ യാത്രയുടെ ലക്ഷ്യം. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പ്രവർത്തകരെല്ലാവരും ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർക്കൊക്കെ ഈ വികസന രേഖ കൈമാറുന്നത് കാണുന്നുണ്ടായിരുന്നു. അതുപോലെ തിരുവനന്തപുരം സെൻട്രലിൽ ഇറങ്ങുമ്പോൾ തന്നെ അദ്ദേഹം കൂപ്പുകൈകളോടെ അവിടെ കൂടി നിന്നവരോട്, സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഒക്കെ അവരോടൊക്കെ ആവശ്യപ്പെട്ടത് ജയിപ്പിക്കണം എന്ന ഒരു വാക്ക് തന്നെയായിരുന്നു. അദ്ദേഹത്തെ ജയിപ്പിച്ചാൽ അദ്ദേഹം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് അദ്ദേഹം തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു. അതായത് ചെയ്യുന്നതേ പറയാറുള്ളൂ, പറയുന്നത് ചെയ്തിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും ഈ തിരഞ്ഞെടുപ്പ് പ്രചരണം അതിൻ്റെ അവസാന ആ ഒരു മണിക്കൂറുകളിൽ എത്തുമ്പോൾ അദ്ദേഹം എന്തൊക്കെയാണ് ഇനി അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള പ്ലാൻ എന്നുള്ളത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ശരിക്കും തിരുവനന്തപുരത്തുകാർ നന്നായി ആലോചിച്ച് ഇപ്പോൾ ഒരു നല്ലൊരു തീരുമാനമെടുക്കേണ്ട ഒരു സമയമാണ്. അതായത് കഴിഞ്ഞ കുറേ കാലങ്ങളായി തിരുവനന്തപുരത്തിന് ലഭിക്കാതെ പോയ, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് കിട്ടണമെന്ന് തിരുവനന്തപുരത്തുകാർ ആഗ്രഹിച്ച ഒത്തിരി കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം തൻ്റെ ഈ ഒരു വികസന പത്രികയിലൂടെ തന്നെ പറഞ്ഞിരിക്കുന്നത്. പുരോഗതിയുടെ പുത്തൻ ഭാവി തിരുവനന്തപുരത്തിന് അദ്ദേഹം വാഗ്ദാനം ചെയ്യുകയാണ് ഈ വികസന പത്രികയിലൂടെ. വരും ദിവസങ്ങളിൽ തിരുവനന്തപുരം ഈ ഒരു അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഇൻറ്റൻഷൻ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കുമെന്നും അദ്ദേഹത്തെ തന്നെ തിരുവനന്തപുരത്തിൻ്റെ MP ആക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ഒരു വിജയം അദ്ദേഹത്തിന് ഉണ്ടായാൽ അത് അദ്ദേഹത്തിൻ്റെ മാത്രം വിജയമല്ല, തിരുവനന്തപുരത്തെ ഓരോ വ്യക്തിയുടെയും വിജയമാണ് എന്നുകൂടി മനസ്സിലാക്കുകയാണ് എങ്കിൽ ഈ സമ്മതിദാനാവകാശം നിങ്ങൾക്ക് വളരെ ഫലപ്രദമായി യാതൊരു സംശയവുമില്ലാതെ ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.